കൂട്ടുകാരെ, ഗീതാ ഗോവിന്ദത്തിൽ ഇനി വീണ്ടും ഒരു ദാരുണാന്ത്യം കൂടി. അതേ പ്രേക്ഷകരെ, നമ്മുടെ രഞ്ജു കൊല്ലപ്പെടുന്നു. ഗോവിന്ദും അനാർക്കലി നേർക്കുനേർ കണ്ടുമുട്ടുന്ന ഏറ്റുമുട്ടുന്ന നിമിഷങ്ങൾ തന്നെ ആകാം ചിലപ്പോൾ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ ഇനി വരാൻ പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ രഞ്ജുവിന് നമുക്കറിയാം, രഞ്ജുവിന് പ്രഗ്നന്റ് ആയാലും രഞ്ജുവിന്റെ ജീവന് തന്നെ അപകടമാണെന്നൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ ധ്യാനോട് അതാണ് അവർ കാലു പിടിച്ച് പറഞ്ഞിരുന്നത്, വിവാഹം ചെയ്യരുതെന്നൊക്കെ. പക്ഷെ രഞ്ജുവിനോട് നമ്മുടെ വിവാഹം കഴിഞ്ഞ് ധ്യാനിങ്ങനെ 2 കൊല്ലം മതി കുട്ടികൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും എന്താ പറയുക രഞ്ജു അതിന് സമ്മതിക്കുമെന്നൊക്കെ. അങ്ങനെ നമ്മുടെ രഞ്ജുവിൻ്റെ പ്രണയത്തിലും നമ്മുടെ സ്നേഹത്തിലും കരുതലിലൊക്കെ നമ്മുടെ ധ്യാൻ വീണുപോയി. പിന്നെ നമ്മുടെ രഞ്ജു പ്രഗ്നൻ്റ് ആവുന്നതും പിന്നെ രഞ്ജു മരണത്തിന് കീഴടങ്ങുന്ന ദൃശ്യങ്ങളും തന്നെ ആണെങ്കിൽ നമ്മുടെ ഗീതാഗോവിന്ദത്തിൽ വരുന്നതെങ്കിൽ അതിന് നമ്മുടെ അനാർക്കലി ഉത്തരം പറഞ്ഞേ പറ്റൂ അല്ലേ. അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നുള്ളൊരു കാര്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ആകെ നമ്മുടെ വിജയലക്ഷ്മിക്ക് മാത്രമാണ് അറിയാവുന്നത്. അപ്പം എന്തായാലും പിന്നീട് ചോദ്യങ്ങൾ വരും, ആരാണ് ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം വരും, ആരാണ് സാക്ഷി ഒപ്പിട്ടത്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അന്വേഷിച്ച് പോകുമ്പോഴായിരിക്കും നമ്മുടെ അനാർക്കലിയുടെ പേര് കിട്ടുന്നതും പിന്നെ അനാർക്കലിയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നൊരു ദൃശ്യങ്ങളും തന്നെയായിരിക്കും. നേരത്തെ തന്നെ ഗോവിന്ദിൻ്റെ ഫാമിലി കുടുംബശത്രുവാണ് നമ്മുടെ അനാർക്കലി. അപ്പോൾ ഈ രഞ്ജുവിനെ കൊല്ലാൻ കൂട്ടുനിന്നതും അനാർക്കലിയാണെന്ന് അറിയുമ്പോൾ പിന്നെ ഗോവിന്ദ് വെറുതെ ഇരിക്കില്ലല്ലോ അല്ലെ പ്രേക്ഷകരെ. അങ്ങനെ ഗോവിന്ദും നമ്മുടെ അനാർക്കലിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.